ഹാർട്ടിൽ ഒരു 3 ബ്ലോക്ക് ഉണ്ടായെന്ന് കരുതിയോ, അല്ലെങ്കിൽ ഒരു 4 ബ്ലോക്ക് ഉണ്ടായി, അല്ലെങ്കിൽ 2 ബ്ലോക്ക് ഉണ്ടായി. ഉടനെ തന്നെ ആ വ്യക്തി അവന്റെ സ്വഭാവം മൊത്തമായിട്ട് മാറ്റുന്നു. പുകവലി നിർത്തുന്നു, നല്ലോണം വ്യായാമം ചെയ്യാനായിട്ട് തുടങ്ങുന്നു, പച്ചക്കറികളും ഫ്രൂട്ട്സും ധാരാളം കഴിക്കുന്നു, എണ്ണ നല്ലോണം അവോയ്ഡ് ചെയ്യുന്നു എന്ന് വിചാരിച്ച് ബ്ലോക്ക് മാറും. തികച്ചും തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. ബ്ലോക്ക് മാറില്ല. ഒരിക്കൽ ബ്ലോക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അതിന് നമുക്ക് ആൻജിയോപ്ലാസ്റ്റിയോ അതുപോലെ തന്നെ പല ട്രീറ്റ്മെന്റ് എടുത്താൽ മാത്രമേ അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? ബ്ലോക്ക് ഉണ്ടാവുന്നതിന് മുമ്പ് നമ്മൾ ബ്ലോക്ക് വരാതിരിക്കാൻ മാക്സിമം ശ്രമിക്കണം. അതിനുവേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പുകവലിക്കുന്നുണ്ടെങ്കിൽ പുകവലി പൂർണ്ണമായിട്ട് ഇപ്പോഴേ സ്റ്റോപ്പ് ചെയ്യുക. അതുപോലെ ധാരാളം പച്ചക്കറികളും ഫ്രൂട്ട്സുകളും അടങ്ങിയ ആഹാരങ്ങൾ നല്ലോണം കഴിക്കുക, നല്ലവണ്ണം ഉറങ്ങുക, നല്ലോണം വെള്ളം കുടിക്കുക. ഓരോ 25 കിലോയ്ക്കും 1 ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ നല്ലോണം വെള്ളം കുടിക്കുക. ഒത്തിരി നേരം എണ്ണയിലിട്ട് പൊരിച്ച സാധനങ്ങൾ അമിതമായി കഴിക്കാതിരിക്കുക. മീനൊക്കെ ഹൃദയത്തിന് വളരെയധികം നല്ലൊരു സാധനമാണ്. നമുക്ക് വിചാരിക്കും മീൻ വാങ്ങിക്കാൻ പണമില്ലാന്ന് പല ആളുകളും മെസ്സേജ് അയക്കാറുണ്ട്. ശരിക്കും മത്തിക്കൊക്കെ ശരിക്കും നമുക്ക് വീടിന് ചുറ്റുമൊക്കെ കിട്ടുന്ന സാധനങ്ങളാണ്. അതൊക്കെ നമുക്ക് കറി വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ നല്ലവണ്ണം നല്ലതാണ്, ഹാർട്ടിന് വളരെ നല്ലതാണ് മത്തിയൊക്കെ. അതൊന്നും കഴിക്കാതെ നമ്മൾ പൊരിച്ച സമൂസ, അതുപോലെ തന്നെ വടകൾ, എണ്ണയിൽ മുക്കി പൊരിച്ച ചിപ്സും മുറുക്കും ഒക്കെയാണ് കഴിക്കുന്നത്. ഈ ഒരു കാര്യം മനസ്സിലാക്കുക. നമ്മുടെ ബിൽഡിങ്ങിൽ ക്രാക്ക് ഉണ്ടായതിനു ശേഷം നമ്മളത് റിപ്പയർ ചെയ്യാൻ നോക്കിയാൽ റിപ്പയർ ചെയ്യാൻ പറ്റില്ല. നമുക്ക് വെറുതെ പെയിന്റ് ചെയ്ത് അല്ലെങ്കിൽ സിമെന്റ് വെച്ച് പൂശാൻ മാത്രമേ പറ്റുള്ളൂ. ക്രാക്ക് വരാതെ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുക. ധാരാളം ആളുകൾ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.